ثم رضا النبي بكر وعمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف في العشير الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واعلم أمة سيدنا ومولانا محمد صلى الله عليه وسلم. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വളരെയേറെ പവിത്രമായ ഒരു ജീവിതമായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് ചെറുപ്പം മുതലേ തന്റെ ജീവിതത്തിൽ വല്ലാതെ സൂക്ഷ്മത പുലർത്തിയിരുന്നു. ആടിനെ മേക്കാനതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലംറത്തിന്റെ കൂടെയതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആടുമേക്കാൻ പോവുകയാ. ആ സമയത്തതാ രണ്ട് മലക്കുകൾ വരികയാ. മുത്തുനബിയുടെ വയറതാ കീറുകയാ. ആ വയറതാ സംസം കൊണ്ട് കഴുകുകയാ. മുത്തുനബിയെ സംശുദ്ധീകരിച്ചതാണ് മലക്കുകൾ. അല്ലാഹുവിന്റെ റസൂൽ ചെറുപ്പം മുതലേ, ചെറിയ കുട്ടിയാകുന്ന കാലം മുതലേ അല്ലാഹുവിന്റെ റസൂല് സത്യസന്ധനാണ്. മക്കത്ത് ആര് ചോദിച്ചാലും അൽ അമീനാണ്. അൽ അമീനായ മുഹമ്മദ് എന്നാണ് മുത്തുനബിയെ അറിയപ്പെട്ടിരുന്നത്. എല്ലാവർക്കും വിശ്വസ്തൻ, ആർക്കും വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. അതല്ലേ ശത്രുക്കളുടെ മുതൽ പോലും മുത്തുനബിയുടെ അടുത്താണ് കൊണ്ടുവന്നു കൊടുത്തത്. മുത്തുനബിയുടെ കയ്യിലല്ലേ അവരെ ഏൽപ്പിച്ചത്. ഹിജ്റ പോകുമ്പോ അലിയാരെ ഏൽപ്പിച്ചില്ലേ മുത്തുനബി? അതാ ഹിജ്റ പോവുകയാ. ഹിജ്റ പോകുമ്പോ അതാ പുതപ്പിനടിയിൽ മഹാനായ അലിയാരെ കിടത്തിയിട്ടാണ് മുത്തുനബി പോകുന്നത്. അലിയെ, ഇത് ഇന്ന ആളുടെ മുതലാണ്, അതെല്ലാം അവരെ ഏൽപ്പിക്കണം. ശത്രുക്കൾ പോലും വിശ്വസ്തനായി ഏൽപ്പിച്ചത് മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന്റെ ഗുരു മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഹിജ്റ പോവുകയാ. ഹിജ്റ പോകുമ്പോ അതാ ശത്രുക്കൾ തങ്ങളെ ആക്രമിക്കാൻ വരുമോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയക്കുകയാ. കുറെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നിൽ നടക്കും, കുറെ പുറകിൽ നടക്കും, കുറെ സൈഡിൽ നടക്കും. ഈ സമയത്തതാ അല്ലാഹുവിന്റെ തിരുദൂതർ ചോദിക്കുകയാണ്, സിദ്ദീഖേ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പുറകിൽ നടക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സൈഡിൽ നടക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മുന്നിൽ നടക്കുന്നത്? ഈ സമയത്തതാ സിദ്ദീഖുൽ അക്ബർ പറയുകയാണ്, നബിയേ, എനിക്ക് നിങ്ങളുടെ മുന്നിൽ നടക്കുമ്പോ തോന്നും നബിയെ, ബേക്കിൽ നിന്ന് ഏതെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന്. വലതുഭാഗത്ത് നടക്കുമ്പോ എനിക്ക് തോന്നും ഇടതുഭാഗത്ത് നിന്ന് ഏതെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന്. ഇടതുഭാഗത്ത് നിന്ന് നടക്കുമ്പോൾ തോന്നും നിങ്ങളുടെ മുന്നിൽ നിന്നും വല്ല ശത്രുക്കളും അങ്ങേ ആക്രമിക്കാൻ, അങ്ങേ ഇല്ലാതാക്കാൻ വല്ല ശത്രുക്കളും വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ മുത്തുനബി അതാ പറയുകയാണ്, സിദ്ദീഖേ, നമ്മൾ രണ്ടല്ല സിദ്ദീഖേ, നമ്മിൽ മൂന്നാമതൊരാളുണ്ട് സിദ്ദീഖേ. അത് അല്ലാഹുവാണ് സിദ്ദീഖേ. അതാ അല്ലാഹുവാണ് സിദ്ദീഖേ. ആ അല്ലാഹുവാണ് ഈ ലോകം പടച്ചത്. ആ അല്ലാഹുവാണ് നമ്മുടെ ശത്രുക്കളെ പടച്ചത്. ആ അല്ലാഹുവാണ് ഈ അണ്ടകടാഹം മുഴുവൻ പടച്ചത്. ഈ അണ്ടകടാഹത്തെ ഇങ്ങനെ നിലനിർത്തുന്നതും ആ റബ്ബാണ്. സിദ്ദീഖേ, അങ്ങ് വിഷമിക്കേണ്ട സിദ്ദീഖേ, നമുക്കൊന്നും സംഭവിക്കില്ല സിദ്ദീഖേ. നമുക്ക് അവന്റെ കാവലുണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
മുത്തുനബിയെ വധിക്കാനതാ സുറാഖ വരികയാ. 1000 ഒട്ടകത്തെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. മുത്തുനബിയെ കൊല്ലുന്നവർക്ക്, മുത്തുനബിയെ വധിക്കുന്നവർക്ക് 1000 ഒട്ടകമാ. സുറാഖ ആഗ്രഹിക്കുകയാ, എനിക്ക് 1000 ഒട്ടകം കിട്ടണം, മുഹമ്മദിനെ ഞാൻ തന്നെ വധിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സുറാഖ അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും മുത്തുനബിയെയും പിന്തുടരുകയാ. അവരെ കാണുകയാണ് സുറാഖ. സുറാഖ മുത്തുനബിയുടെ അടുത്തേക്ക് എത്തും. സുറാഖയുടെ കുതിരയുടെ കാലതാ ആ മരുഭൂമിയിലങ്ങ് താഴ്ന്നു പോകും. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയും, മുഹമ്മദേ എന്നെ ഒന്ന് രക്ഷിക്കുമോ മുഹമ്മദേ. സുറാഖയെ മുത്തുനബി അങ്ങ് രക്ഷിക്കും. ആ സമയത്ത് പിന്നെയും സുറാഖയുടെ മനസ്സിൽ 1000 ഒട്ടകങ്ങളല്ലേ, 1000 ഒട്ടകം കിട്ടുന്നത് അന്നത്തെ മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരനാവാം. 1000 ഒട്ടകമുണ്ടെങ്കിൽ സുറാഖ 1000 ഒട്ടകം മോഹിച്ചുകൊണ്ട് നബിയുടെ അടുത്തേക്ക് വന്നു. മുത്തുനബിയെ കൊല്ലാനടുത്തു. ആ സമയത്ത് സുറാഖയുടെ കുതിരയുടെ കുളമ്പടി അതാ മണലിൽ ആഴ്ന്നു പോയി. സുറാഖയോട് മുത്തുനബി ചോദിക്കുകയാണ്, സുറാഖ 1000 ഒട്ടകം മോഹിച്ചല്ലേ നീ വന്നത്? കിസ്റയുടെയും കൈസറിന്റെയും വള, രാജാധികാരം നീ കൈകളിൽ അണിയിച്ചാലോ സുറാഖ? സുറാഖയോട് മുത്തുനബി ചോദിക്കുകയാ. സുറാഖ മടങ്ങിപ്പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയും യാത്ര തുടരുകയാ. അതാ ഹിറാ ഗുഹയുടെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാ. പ്രാവ് വന്ന് മുട്ടയിട്ടിരിക്കുകയാ. ചിലന്തി വലകെട്ടിയിരിക്കുകയാ. ശത്രുക്കളുടെ കാൽപാദം അതാ മുന്നിലൂടെ നടന്നു നീങ്ങുകയാ. ആ സമയത്ത് അതാ സിദ്ദീഖുൽ അക്ബർ വീണ്ടും ചോദിക്കുകയാണ്, നബിയേ അത് ശത്രുക്കളുടെ കാൽപാദമല്ലേ നബിയേ? അവര് നമ്മെ കാണില്ലേ നബിയേ? മുത്തുനബി അപ്പോഴും പറയുകയാണ്, സിദ്ദീഖേ നമ്മൾ രണ്ടല്ല സിദ്ദീഖേ, നമ്മുടെ കൂടെ മൂന്നാമതൊരാളുണ്ട് സിദ്ദീഖേ. സർവശക്തനായ അല്ലാഹു ഉണ്ട് സിദ്ദീഖേ. സർവസ്തുതിയും അവനിലേക്കാണ് സിദ്ദീഖേ. സർവസ്തുതിയും അവനിലാണ് സിദ്ദീഖേ. അവന്റെ കൃപ കൊണ്ടാണ് ഈ ലോകം, അവന്റെ കാരുണ്യം കൊണ്ടാണ് ഈ ലോകം, അവന്റെ കരുണ കൊണ്ടാണ് ഈ ലോകം. ആ സമയത്തതാ ശത്രുക്കൾ മുന്നിലൂടെ നടന്നു പോവുകയാ. ശത്രുക്കൾ വന്ന് നോക്കുമ്പോ ആ ഗുഹയിലുണ്ടോ എന്നവർ പരിശോധിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ചിലന്തി വലകെട്ടിയിരിക്കുകയാണ്, പ്രാവ് മുട്ടയിട്ടിരിക്കുകയാണ്. ശത്രുക്കൾ തിരിച്ചു പോവുകയാ. എന്നിട്ട് ശത്രുക്കൾ പറയുകയാണ്, ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ഇതിൽ ചിലന്തി വലകെട്ടിയിട്ടുണ്ട്, പ്രാവ് മുട്ടയിട്ടിട്ടുണ്ട്. അതാ ശത്രുക്കൾ തിരിച്ചു പോവുകയാ. മഹാത്ഭുതങ്ങളിലൂടെ കടന്നു വന്ന പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശ്ശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും തറാൻ റുക്കാൻ സുജ്ജദാ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാനാ സീമാഉം ഫീ വുജൂഹിഹിം മിൻ നസരിസ് സുജൂദ്. നബുവത്തിന്റെ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റക്ക് പോയിരിക്കും, ഒഴിഞ്ഞു പോയിരിക്കും, ധ്യാനത്തിലായിരിക്കും. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അതാ ജിബ്രീൽ വന്നിരിക്കുകയാ. വഹിയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരിക്കുകയാ. മുത്തുനബിയോട് പറയുകയാണ്, ഇഖ്റ, വായിക്കണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഞാൻ ഉമ്മിയാണ്, എനിക്ക് എഴുത്തും വായനയും അറിയില്ല, എനിക്ക് എഴുതാനോ വായിക്കാനോ അറിയില്ല. അല്ലാഹുവിന്റെ റസൂലിനെ അതാ ജിബ്രീൽ അങ്ങ് കൂട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം
അതാ ഓതി കേൾപ്പിക്കുകയാണ്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. ഇഖ്റയിന്റെ മന്ത്രമതാ മുത്തുനബിയുടെ കാതിലൂടെ എത്തുകയാ. ഖുർആനിലെ ആദ്യത്തെ ആയത്ത് ഇറങ്ങിയിരിക്കുകയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. ഖലഖൽ ഇൻസാന മിൻ അലഖ. ഖുർആൻ ഓതിക്കൊടുക്കുകയാ. ജിബ്രീൽ അലൈഹിസ്സലാം ഓതാൻ പറയുകയാ. മുത്തുനബി പറയുകയാണ്, അന ഉമ്മിയുൻ, ഞാൻ ഉമ്മിയാണ്, എനിക്ക് എഴുത്തും വായനയും അറിയില്ല. മുത്തുനബി അങ്ങനെ പറഞ്ഞപ്പോൾ അതാ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി അതാ കൂട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് ഓതിക്കൊടുക്കുകയാണ്, ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. അതാ മുത്തുനബിക്ക് പനി വരികയാ. മുത്തുനബിയാകെ പേടിച്ചു വിറക്കുകയാ. എന്താണെന്നറിയുന്നില്ല. അതാ ഖദീജ ബീവിയുടെ അടുത്തേക്ക് ഓടുകയാണ് മുത്തുനബി. എന്നിട്ട് പറയുകയാണ്, ഖദീജ, ജിബ്രീൽ വന്നു ഖദീജ, എന്നെ കൂട്ടിപ്പിടിച്ചു ഖദീജ, ഞാനാകെ പേടിച്ചു പോയി ഖദീജ, എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് ഖദീജ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതെല്ലാം പറഞ്ഞപ്പോൾ ഖദീജ ബീവി പറയുകയാണ്, നബിയേ, അങ്ങ് വിഷമിക്കേണ്ട നബിയേ, അങ്ങ് ദുഃഖിക്കേണ്ട നബിയേ, അങ്ങക്കൊരാപത്തും വരില്ല നബിയേ, അങ്ങ് കുടുംബ ബന്ധം ചേർത്തവനാണ് നബിയേ, അങ്ങ് അൽ-അമീനാണ് നബിയേ. ഇന്ന് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹാ ആ സമയത്ത് അതാ മുത്തുനബി പറയുകയാണ്, പുതപ്പിട്ട് മൂടൂ ഖദീജ, വിറക്കുന്നു ഖദീജ, ആകെ വിറക്കുന്നു ഖദീജ. വിറക്കുന്നു മേനി, പിടക്കുന്നു ദേഹി, ക്ഷമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം. വിറക്കുന്നു മേനി, പിടക്കുന്നു ദേഹി, ക്ഷമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം. ജിബ്രീൽ വന്ന് ഇഖ്റ തന്ന് ഖുർആന്റെ നൂറ് കലമിൽ തെളിഞ്ഞ്. ജിബ്രീൽ വന്ന് ഇഖ്റ തന്ന് ഖുർആന്റെ നൂറ് കലമിൽ തെളിഞ്ഞ്. പുതപ്പിട്ട് മൂടൂ ഖദീജ, ചേർത്തുന്നണക്കൂ ഖദീജ, പുതപ്പിട്ട് മൂടൂ ഖദീജ, ചേർത്തുന്നണക്കൂ ഖദീജ. അറിവിന്റെ നൂറേ, കനിവിൻ നിലാവേ, ഭയക്കേണ്ടതെല്ലും ഇലാഹുണ്ട് കൂടെ. അറിവിന്റെ നൂറേ, കനിവിൻ നിലാവേ, ഭയക്കേണ്ടതെല്ലും ഇലാഹുണ്ട് കൂടെ. വചനങ്ങളെല്ലാം അവൻ തന്നതല്ലേ, ഇരുലോകമാകെ പടച്ചവനല്ലേ. വചനങ്ങളെല്ലാം അവൻ തന്നതല്ലേ, ഇരുലോകമാകെ പടച്ചവനല്ലേ. പുതപ്പിട്ട് മൂടൂ ഖദീജ, ചേർത്തുന്നണക്കൂ ഖദീജ. പതിയുടെ ചാരേ കരം കോർത്ത് മെല്ലെ, ഹബീബായ മൂത്ത് മഹദിയോടൊത്ത്. പതിയുടെ ചാരേ കരം കോർത്ത് മെല്ലെ, ഹബീബായ മൂത്ത് മഹദിയോടൊത്ത്. കരുത്തൊട്ട വാക്ക് ശറഫായോർക്ക് കുളിർക്കാറ്റ് നൽകി, കിരണങ്ങൾ പുൽകി. കരുത്തുറ്റ വാക്ക് ശറഫായോർക്ക് കുളിർക്കാറ്റ് നൽകി, കിരണങ്ങൾ പുൽകി. പുതപ്പിട്ട് മൂടൂ ഖദീജ, ചേർത്തുന്നണക്കൂ ഖദീജ, പുതപ്പിട്ട് മൂടൂ ഖദീജ.
ഖദീജ ചേർത്തുന്നടക്കോ ഖദീജ. സ്വാന്തനമായി മുത്തുനബിയുടെ ചാരത്ത് വരികയാണ് ഖദീജ. എന്നിട്ട് പറയുകയാണ്, നബിയേ അങ്ങ് വിഷമിക്കണ്ട നബിയേ, അങ്ങൊന്നുകൊണ്ടും സങ്കടപ്പെടണ്ട നബിയേ, അങ്ങയുടെ കൂടെ ഈ ഖദീജയുണ്ട് നബിയേ. മുത്തുനബി മലമുകളിൽ ഇരിക്കുമ്പോ അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലമുകളിൽ ഇരിക്കുമ്പോ അതാ അവിടേക്ക് കയറി വരികയാണ് ഖദീജ. മുത്തുനബിയെ ആശ്വസിപ്പിക്കുകയാണ് ഖദീജ. അതാ മുത്തുനബിക്ക് സമാധാനം നൽകുകയാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. ഖുറൈശികൾ മുത്തുനബിയെ ആക്ഷേപിച്ചൊരു കാലമുണ്ടായിരുന്നു. ധനികയായ ഖദീജക്ക്, കാരിയായ ഖദീജക്കതാ പാവപ്പെട്ട മിസ്കീനായ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ടതാ ഖുറൈശികൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കുകയാ. ആ സമയത്തതാ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അതാ മുത്തുനബിയുടെ പേരിലതാ എല്ലാ ഖുറൈശി ഗോത്രക്കാരെയും വിളിച്ചു വരുത്തുകയാ. എന്നിട്ട് പറയുകയാ, എന്നിട്ട് നല്ലൊരു സദ്യ ഒരുക്കുകയാ. എന്നിട്ട് ഖദീജ ബീവി പറയുകയാണ്, ഓ ഖുറൈശി പ്രമുഖരെ, മക്കത്തുള്ള പ്രമാണികളെ, ഇന്നു മുതൽ ഈ ഖദീജ എല്ലാം, ഈ മുതലെല്ലാം മുഹമ്മദിനുള്ളതാണ്. എന്റെ ഭർത്താവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടതാ മുത്തുനബിയെ അതാ എല്ലാവരുടെയും ഇടയിൽ മുത്തുനബിയെ ധനികനാക്കിയ ഖദീജ, മുത്തുനബിക്ക് മക്കളെ സമ്മാനിച്ച ഖദീജ, ഹോജാത്തി പെൺമണി മുല്ല ബീവി ഖദീജുമ്മ, റോജാത്തി പൊന്മഴവില്ല നിന്റെ ഖദീജുമ്മ, രാജാത്തി പെൺമിഴികളിലെ സുന്ദരിയാണുമ്മ, ജന്നാത്തിലെ റാണി ബത്തൂലിന് പോറ്റിയ പൊന്നുമ്മ, അരിമപ്പൂ റസൂലിന്റെ അകമിൽ പൂവിട്ട ചെണ്ടേ അലങ്കാര ബീവി ഖദീജ, അലങ്കാര ബീവി ഖദീജ, അലങ്കാര ബീവി ഖദീജ, ഹോ ജാത്തി പെൺമണി മുല്ല ബീവി ഖദീജുമ്മ, റോജാത്തി പൊന്മഴവില്ല നിന്റെ ഖദീജുമ്മ, രാജാത്തി പെൺമിഴികളിലെ സുന്ദരിയാണുമ്മ, ജന്നാത്തിലെ റാണി ബത്തൂലിന് പോറ്റിയ പൊന്നുമ്മ, മണിമക്കത്തോരു നല്ല മഹാരാജമാണമുള്ള മഹിമപ്പൂനാരിക്കൊരു നാൾ സുവർഗം കിട്ടി, മധുര റസൂലിന്റെ കാവിൽ കണ്ട് ഖദീജ ഞെട്ടി, മലരായ നബിക്കല്ല മാലക പോലോരോ മനമൊത്ത മാണിക്യത്തിൻ താരങ്ങൾ നീട്ടി, നല്ല മുഹബത്ത് മാരത്തിന്റെ താണലിൽ കൂട്ടി, പൊന്നുമ്മയില്ലാതെ വളർന്ന് പൊന്നുപ്പാനെ കാണാ കണ്ണ്, പുന്നാരപ്പോ ഖദീജുമ്മ ജീവൻ കനിഞ്ഞ് ലോക നേതാവിന്റെ വേദന നീക്കിയ സുറുമപ്പൂ പൊന്ന്, കണ്ണീരിന്റെ നാൾ വഴി വാങ്ങ് പൊന്നൂറിന്റെ കൽബ് നിറഞ്ഞ്, മന്ദാരപ്പൂ ഖദീജുമ്മ സകലം കനിഞ്ഞ് ലോക രാജാവിന്റെ കരള് കവർന്നൊരു തരുണി മണിപ്പൊന്ന്, ഹോ ജാത്തി പെൺമണി മുല്ല ബീവി ഖദീജുമ്മ, റോജാത്തി പൊന്മഴവില്ല എന്റെ ഖദീജുമ്മ, രാജാത്തി പെൺമിഴികളിലെ സുന്ദരിയാണുമ്മ, ജന്നാത്തിലെ റാണി ബത്തൂലിന് പോറ്റിയ പൊന്നുമ്മ.
അല്ലാഹുവിൻ്റെ റസൂലിന് തണല് കൊടുത്ത നസീബ് ലഭിച്ച ദുനിയാവിൽ ആർക്കും കിട്ട സൗഭാഗ്യമതുമ്മ. എല്ലാവരോടും തങ്ങൾ എൻ്റെ ഖദീജ എന്ന് പറഞ്ഞ് കോടാനുകോടി മുസൽമാൻ ഏറ്റു പറഞ്ഞുമ്മ. അല്ലാഹുവിൻ്റെ ഹബീബിന് ചുംബനമേകിയ ദിനരാത്രങ്ങൾ സുബ്ഹാനൻ്റെ ഉമ്മാക്കേകിയ സുവർഗസുഖം ഉമ്മ. എല്ലാവരെക്കാളും എൻ ഹൃദയമറിഞ്ഞ ഖദീജ എന്നത് പുന്നാര നൂറ് പറഞ്ഞത് പിരിശം കൊണ്ടുമ്മ. മഹമൂദ് നബിയോരെ നേരുക്കങ്ങൾ അറിഞ്ഞപ്പോൾ മഹാറാണി മാനമാറി ഞാകിലം ഏകി. മണിമക്ക തലകോനി താതരിത്ത സമ്പന്നബി മരണസമയത്തവർ ഫാക്കിറെ പോയി. മലർമുത്തീറാഗോഹ കാകത്താളത്തിരിക്കുമ്പോൾ മലമലക്കുകൾ താണ്ടി അവരും കേറി. മനുജമെനിക്ക് താങ്ങ ദൂരം കേറി ഇറങ്ങിയതോർത്ത് മഹബത്തിൽ മാനസങ്ങൾ കരഞ്ഞു നീറി. മണിമുത്തനൂറല്ലാതെ ഒന്നും അവർക്കില്ല. മഹബൂബിനായുസ് മുഴുവൻ നൽകിയ പൂമുല്ല. മടിത്തട്ടിലന്ത്യ റസൂലിന് ചേർത്ത ഖദീജുമ്മ. മക്കത്തെ രാജാതിയായ ഖദീജ തന്റെ സമ്പത്തെല്ലാം ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. മുത്തുനബി പറഞ്ഞില്ലേ, ഖദീജയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ. കാരണം എന്തെന്നറിയുമോ? ഖദീജ ഇസ്ലാമിന് വേണ്ടി തന്റെ സമ്പത്തെല്ലാം ചെലവഴിച്ചു. തന്റെ മുതലെല്ലാം ഖദീജ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. അതുപോലെ തന്നെ എനിക്ക് മക്കളെ തന്നതും എൻ്റെ ഖദീജയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കത്തെ രാജാതിയായി വാണിടും ഖദീജ ബീവി മുന്തി മുഹമ്മദിനെ വേൽക്കാണെന്താ ജവല്ല. മാലിനി മണിയായ ഖദീജ ബി ചുളുവിലായി സമ്മതം തേടും നീ സന്തോഷം പേറും നീ. മക്കത്തെ രാജാതിയായി വാണിടും ഖദീജ ബി മുന്തി മുഹമ്മദിനെ വേൽക്കാണെന്താ ജവല്ല. മാലിനി മണിയായ ഖദീജ ബി ചുളുവിലായി സമ്മതം തേടും നീ സന്തോഷം പേറും നീ. സ്ഥിരമിൽമിക ദൂതനെ വിട്ട് സ്ഥിതിഗതി അഹമ്മദിനെ അറിവിത്ത് സുബ്ഹാനവരുടെ വിധി പോലൊത്ത് മുല്ലഭൂഭാഷാംഗത്താൽ തോഴിയാൾ പറയുന്നു. മെല്ലെ മുഹമ്മദും ശ്രദ്ധിച്ച് കേൾക്കുന്നു. മന്ത്രിക്കും മട്ടിലൊരു മറുപടി പറയുന്നു. പുഞ്ചിരി തൂകും നീ നാണം കുണുങ്ങുന്നേ. മക്കത്തെ രാജാതിയായി വാണിടും ഖദീജ ബീവി മുന്തി മുഹമ്മദിനെ വേൽക്കാനെന്താ ജവല്ല. മാലിനി മണിയായ ഖദീജ ബി ചുളുവിലായി സമ്മതം തേടും നീ സന്തോഷം പേറും നീ.